ഇതിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്, രണ്ടാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. അത്യുജ്വലമായ ആലാപന മികവിലൂടെ പ്രേക്ഷക മനം കയ്യിലെടുത്ത പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗായിക വൈഷ്ണവി കുട്ടി, വെൽക്കം ഓൺ സ്റ്റേജ്. അമ്മുമ്മേ, എന്താ ഇന്ന സുന്ദരിയായല്ലോ. മാനത്തെ മഴമുകിൽ മാലകളെ ചെലുത്ത മടപ്പീരാവുകളെ ഉള്ളിൽ കൊതി വിടരുമെന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനേ. എന്റെ ബ്യൂട്ടി സ്പോട്ട്സ് ഉണ്ടോ? ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. അപ്പൊ ടോട്ടൽ എത്രയായി? 9. അപ്പൊ ഞാൻ ഇന്ന് പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് പച്ചമല പനം കുരുവി എന്നുള്ള പാട്ടാണ്. ഈ പാട്ടിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് പി ഭാസ്കരൻ മാഷനാണ്. ഈ പാട്ടിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സാറാണ്. ഈ പാട്ടിൻ്റെ ഫിലിമിൻ്റെ പേരാണ് അരക്കള്ളൻ മുക്കാൽ കള്ളൻ. പിന്നെ ഈ പാട്ട് പാടിയിരിക്കുന്നത് ജാനകി അമ്മയാണ്, നമ്മുടെ സ്വന്തം എസ് ജാനകി അമ്മ. അപ്പോൾ ഞാൻ നന്നായിട്ട് പാടിയിട്ട് വരാം. அடி குத்தி நிற்கும் முன்னழகு முட்டுது கிளி மினுக்கி மீனு குட்டி தடுக்கி வையாரி அவ ஒத்த ஜட பின்னழகு எத்தனை கோடி. പക്ഷിനോട്ടാണോ? കൈനാട്ടം. ഓ, കൈനോട്ടം. കൈനോട്ടത്തിന് എന്തിനാ ഈ കിളി കൂടെ? കിളിയും കൂടി ഉണ്ട്. അപ്പൊ കാർഡ് പിക്കപ്പ് ചെയ്ത് തരും. അപ്പൊ പിന്നെ അവര് പറയും. ഒന്ന് നോക്കി തരൂ. 6 മണി കഴിഞ്ഞാ പിന്നെ വൈകിട്ട് ശേഷം പിന്നെ കൈ നോക്കാൻ പാടില്ല. അത് കലക്കി. സൂപ്പർ സൂപ്പർ. കാരണം ശരിക്കും അമ്മൂമ്മയാണ്. കാരണം അതാണ് അവള് പറഞ്ഞ കേട്ടില്ല, 6 മണിക്ക് ശേഷം കൈ നോക്കാൻ പാടില്ല. എന്റെ പുതിയ പല്ല് ആടാൻ തുടങ്ങി. ആണോ? ഈ പല്ല് ആടാൻ തുടങ്ങി. ഏറ്റവും ബെസ്റ്റ് എങ്ങനെയാണെന്നറിയാം, ഏറ്റവും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തെറിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം മൈലേജ് കിട്ടുമെന്നറിയും. യൂട്യൂബ് മുഴുവൻ എന്താണ് പറയുന്നത്, മോള് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതാ പല്ല് തെറിക്കുന്നു. അതിരിക്കട്ടെ, ഏത് പാട്ടാണെന്ന് പാടാൻ പോണേ? പച്ചമല പനം കുരുവി. ഓ, പച്ചമല പനം കുരുവിയാണ്. അതിനു വേണ്ടിയായി കുരുവി കൊണ്ടുവന്നത്. അത് കുരുവിയല്ലല്ലോ, തത്തയല്ലേ? ഞാൻ എന്റെ തത്ത സൗകര്യമുള്ള വിളിക്കുള്ളൂ. പക്ഷെ തത്ത രാത്രി കൊണ്ടു നടക്കാൻ പാടില്ല കേട്ടോ, തത്ത കൊത്തും. പക്ഷെ അത് നീ കൂട്ടിലിട്ട കൊത്തത്തില്ലല്ലോ. വേറൊരു കാര്യമുണ്ട്, പാഴുപ്പടിപ്പര 10 പച്ച പരന്തത്തെ ചത്തൊത്തിരിക്കുന്നു. പറഞ്ഞേ, മനസ്സിലായില്ല. തത്തയെ കൊണ്ടുവന്നതിന് പെനാൽറ്റിയാണ്. പറഞ്ഞോ? പാഴുപ്പടിപ്പര 10 പച്ച പരന്തത്തെ ചത്തൊത്തിരിക്കുന്നു. പാഴുപടിപ്പുര 10 പച്ചപ്പനന്തത്തെ ചത്തൊത്തിരിക്കുന്നു. ഒരു നല്ല കൈയടി. മീനുട്ടി, ആദ്യമായിട്ട് എനിക്ക് നിന്റെ അടുത്തൊരു ബഹുമാനം. ആദ്യമായിട്ട് അവസാനമായിട്ട്. അല്ല, ഒന്നുകൂടെ പറയാൻ ട്രൈ നോക്കി. പാഴുപടിപുര 10 പച്ചപ്പനന്തത്തെ ചത്തൊത്തിരുന്നു. ഓ, ഒത്തിരിക്കുന്നു. നാല് കലക്കി മീനുട്ടി. എനിക്ക് മാത്രമേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ. ഈ MG നിങ്ങള് അസലായിട്ട് കൈ നോക്കും കേട്ടോ. ആണോ? പണ്ടിരിക്കെ ഞാനും ശ്രീമറേട്ടനും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും, ഒത്തിരി വർഷത്തിന് മുമ്പെയാണ്, ഞാൻ ശ്രീമറേട്ടന്റെ അസിസ്റ്റന്റ് ആണ്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാറുണ്ട് പാട്ടിന്റെ. അപ്പൊ എന്റെ കൈ നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇല്യൂഷനാണ് ഞാൻ പറയുന്നത്, കൈ നോക്കിയല്ല. ഇല്യൂഷൻ നമുക്ക് മനസ്സിൽ ഞാൻ തോന്നണം. ചേട്ടന് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ, മണി. അദ്ദേഹമാണ് ഓടിക്കുന്നത്. അദ്ദേഹമാണ് സാരഥി. അങ്ങനെ കുറെ യാത്രകൾ ഈ കാറിൽ ഞാൻ പോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ള അബാദ് പ്ലാസയിൽ പോയി അവിടെ താമസിച്ച് നമ്മുടെ സാന്റാ സിസ്ലിയസ് സ്റ്റുഡിയോയിൽ ഇതാ നമ്മുടെ എയറോൾജിയും ഫ്രാൻസ് ചേട്ടനും ഫ്രാൻസ് എല്ലാവരും ഉണ്ട്.
നമ്മൾ എത്ര റെക്കോർഡിങ്ങുകളാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഗംഭീരമായിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്തായാലും അതൊക്കെ ഓർത്തു. അമ്മൂമ്മേ പാടിക്കോ. ഓക്കേ. ഓക്കേ. ആ സമയത്താണ് ചമലപ്പനം കുരുവി ഹേ എന്നെ വിട്ടുപോയ കുറവനെ കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ കണ്ടോ പച്ചമലപ്പനം കുരുവി ഹേ എന്നെ വിട്ടുപോയ കുറവനെ കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ കണ്ടോ പച്ചമലപ്പനം കുരുവി എന്നെ വിട്ടുപോയ കുറവനെ കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ കണ്ടോ ചന്ദനമരം കടഞ്ഞെടുത്തുള്ള വടിവും സിന്ദൂര പൊട്ടുതൊട്ട ചന്തമുള്ള മുഖവും ചന്ദനമരം കടഞ്ഞെടുത്തുള്ള വടിവും സിന്ദൂര പൊട്ടുതൊട്ട ചന്തമുള്ള മുഖവും മാറത്തു നറിപ്പല്ലും തോളത്തു പൊക്കണവും മാമ്പുള്ളി ചുണങ്ങുള്ള മാരനെ കണ്ടോ പച്ചമലപ്പനം കുരുവി ഹേ ഹേ എന്നെ വിട്ടുപോയ കുറവനെ കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ കണ്ടോ വടമലക്കുന്നുകളിൽ വാഗപൂത്ത കാലം കുടിലിൽ നിന്നൊരു നാൾ വഴക്കിട്ടു പിരിഞ്ഞു വടമലക്കുന്നുകളിൽ വാഗപൂത്ത കാലം കുടിലിൽ നിന്നൊരു നാൾ വഴക്കിട്ടു പിരിഞ്ഞു വൈകാശി വേലിലും തോരാത്ത മഴയിൽ താനാകത്തേടി തേടി കുറത്തി ഞാൻ അലഞ്ഞു പച്ചമലപ്പനം കുരുവി എന്നെ വിട്ടുപോയ കുറവനെ കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ കണ്ടോ തെന്മലർ ചരുവിങ്കൽ തെച്ചിവനം പൂത്തു തെമ്മാങ്കു പാടി പാടി കുയിലൊച്ച നേർത്തു തെന്മലർ ചരുവിങ്കൽ തെച്ചിവനം പൂത്തു തെമ്മാങ്കു പാടി പാടി കുയിലൊച്ച നേർത്തു പാച്ചോട്ടി മലർമുഖം പവിഴച്ചുണ്ടെവിടെ പണ്ടെന്നെ വിട്ടുപോയ പൊൻകുറവനെവിടെ പച്ചമലപ്പനം കുരുവി ഹേ എന്നെ വിട്ടുപോയ കുറവനെ കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ കണ്ടോ പച്ചമലപ്പനം കുരുവി முதல் மழை என்னை நினைத்ததே முதல் முறை ஜன்னல் திறந்ததே பெயரே தெரியாத പച്ചമലപ്പനങ്കുരുവി ഏയ് 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 സൂപ്പറായിട്ട് പാടി. താങ്ക് യു അടിച്ച് പൊള്ളിച്ചു. താങ്ക് യു.
അതായത് മോള് പാടുമ്പോ ഫുൾ എനർജിയാണ്. ഞാൻ മീനാക്ഷി ചേച്ചിയുടെ അടുത്ത് പറയുമായിരുന്നു, പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഹാർട്ടെല്ലാം ടപ് 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 അടിക്കായിരുന്നു. പാടി കഴിഞ്ഞപ്പോഴോ? അതെന്താ മോളെ, പാടിക്കൊണ്ടിരിക്കുമ്പോ അടിച്ചില്ലേ? ഇല്ല ഇല്ല, അതാണ് അത്. പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മീനാക്ഷി ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ തൊടാൻ പറഞ്ഞു. അപ്പൊ ടങ് 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 ടങ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഫുൾ എനർജി ആയിട്ടാണ് പാടുന്നത്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിനെ താളത്തിൽ എടുക്കുന്നുണ്ടല്ലോ. പച്ചമല പനങ്കുരുവി ഏയ് ഏയ് പെന്നെ വിട്ടുപോയ അവിടെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ മോളങ്ങനെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിരുന്നു, വോയിസ് ഒക്കെ ശുദ്ധമായിരുന്നു. ഒരു ശകലം സ്ഥലത്ത് മാത്രമേ ശ്രുതി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടുള്ളൂ, ബാക്കി എല്ലാ സ്ഥലവും ക്ലീൻ ക്ലീൻ ക്ലീൻ. എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ശരിക്കും മോള് നന്നായിട്ട് അഭിനയിച്ച് പാടി. അതായത് ഓരോ എക്സ്പ്രഷനൊക്കെ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ് ആയിരുന്നു. പാടുമ്പോഴത്തേക്ക് എന്നെ വിട്ടു പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ശരിക്കും എന്നെ വിട്ടുപോയ ഭയങ്കര അഭിനയമായിരുന്നു. പിന്നെ ഡാൻസേഴ്സും എല്ലാം ടോട്ടലായിട്ട് നല്ല ആ എന്താണ് മലങ്കുറത്തിയുടെ എല്ലാ കാര്യങ്ങളും മോള് കാണിച്ചു. ഇനി അങ്കിളുടെ കൈ ഒന്ന് നോക്കി പറയൂ എന്തെങ്കിലും. 6 മണി കഴിഞ്ഞ പോട്ടെ, കുഴപ്പമില്ല. അല്ല 6 മണി കഴിഞ്ഞിട്ട് അവിടെ അതെങ്ങനെയാണ്? അത് ശരിയല്ലല്ലോ. പന്തിയിൽ പക്ഷാഭേദം പാടില്ല. അങ്കിളുടെ നോക്കണം, എന്റെയും നോക്കണം. കാശ് കൂടുതൽ കൊടുത്താ ചേച്ചി, അതാണ്. അവളിപ്പോ ആക്ടിംഗ് ആണ് ചെയ്തത്, നോക്കിയില്ല കറക്റ്റ്. ഇല്ല, ശ്രീകുമാരങ്ങള് നല്ല ഫീസ് തരും, നല്ല കാശ് തരും. നോക്കി നോക്ക്, ചെല്ല്. ഫസ്റ്റ് കാശ് വെക്കണം ടേബിളില്. പിന്നെ കാശ് വാങ്ങിച്ചോ. അയ്യോ, ഗുരുവിന്റെ ഒന്നും കാശ് വാങ്ങിക്കത്തില്ല. ഗുരു പറയെന്തെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കാതെ. അവള് കൈ നോക്കാൻ പറഞ്ഞപ്പോ എല്ലാം വെച്ച് നോക്കി, ഇതൊക്കെ പറയണമെന്ന് അറിയില്ലല്ലോ. എന്താണ് പറയും? സാറിന് നല്ല ഐസ് ഉണ്ട്. അതിങ്ങനെ രാസ പറയും. രാസ നല്ല ഐസ് ഉണ്ട്. ഇനി മോടെ കൈ ഞാൻ നോക്കാം. മോക്ക് നല്ല ഐസും. 1 2 മോക്ക് ഒരു വലിയ ഉദ്യോഗം കിട്ടും, ഉദ്യോഗസ്ഥയാവും. 3 നല്ല ശുദ്ധമായിട്ടുള്ള ഹാർട്ടാണ്, ഹൃദയം. അതുകൊണ്ട് ഒരു ലതാ മങ്കേഷ്കറിന്റെ ഒരു വര ഇവിടെ കിടപ്പുണ്ട്. ഒരു പാട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധ്യ പാട്ടുകാരി. അതുപോലെ അതിനോടൊപ്പം തന്നെ നല്ല വലിയൊരു ലെവലിലുള്ള ഒരു ജോലിയും ഉണ്ടായിരിക്കും. ചിലപ്പം ആ ജോലിക്ക് ലോങ് ലീവ് എടുത്തിട്ട് പാട്ടിലോട്ട് തിരിച്ചു വരേണ്ടി വരും. ഇത് 25 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് നടന്നിരിക്കും. മീനൂട്ടിയുടെ കൈ നോക്കണോ? ഏത് കയ്യാ? പറ. അതായത് അത് കയ്യില് എനിക്ക് നോക്കിയിട്ട് രേഖകള് വളരെ അപൂർവമായിട്ടുള്ള രേഖകളാണ്. അത് മീനൂട്ടിക്ക് 3 ബുദ്ധിയാണ്.
കണ്ടോ? ഒന്നും രണ്ടോന്നല്ല, മൂന്നെണ്ണം. രണ്ടല്ല, അയ്യോ വെയിറ്റ് മാൻ. തൃശ്ശൂലമാണ്. തൃശ്ശൂലം. അതായത് കണ്ടില്ലേ, 1 2 3. മൂന്നാമത്തെയാണ് ദുർബുദ്ധി. ബുദ്ധി. പിന്നെ ആ ബുദ്ധിയുടെ രേഖയാണ് ആയുസിനെ കണക്ട് ചെയ്തിട്ട് അതിന് നിലനിൽപ്പ് കൊടുക്കുന്നത്. നല്ല ആയുസ്സുണ്ട് എങ്കിലും ഇതിന്റെ ശക്തിയാണ് ഇതിനകത്തോട്ട് പകർന്നു കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നല്ല സമ്പാദ്യം ഉണ്ടാക്കും, നന്നായിട്ട് കാശുണ്ടാക്കും. പിന്നെ പക്ഷേ ഹാർട്ട് ലൈൻ പോകുന്ന കുളത്തിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അത് എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പഴത്തിന്റെ ഒരു ഇത് കാണുന്നു. ആ കയ്യിൽ നോക്കട്ടെ, വീട്ടിലാരും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നോ? പഴം വെച്ചിട്ടോ എന്തെങ്കിലും? പഴം വെച്ചിട്ട് സംബന്ധിച്ചപ്പോഴെങ്കിലും ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. പഴം ചട്ടിയിലിട്ടു, അത്രേ ഉള്ളൂ. ഇനി എന്റെ ഇല്യൂഷൻ പറയാൻ പോകും. ഇത് വേണ്ട, 2 കൈയും തരൂ. തീർന്നു. പഴം ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തു, എന്നിട്ട് 2 കറുത്തു പോയി. അത് സത്യമാണോ? പിന്നെ വീട്ടിന്റെ ഒരു മൂലയില് ഒരു പേരയ്ക്ക മരം ഉണ്ടോ? പേരക്കുണ്ട്. ഉണ്ട്. ഇതിൽ കൂടുതൽ എന്ത് ഞാൻ പറയണം? ഇതെങ്ങനെ അങ്കിളിനറിയാം? നീ പോ, കൈ മടക്കി. എന്റെ ഒരു മാജിക് സ്റ്റിക്ക് ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണല്ലേ മോളെ. അപ്പോഴേ ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ മോള് ഗംഭീരമായിട്ട് പാടി. താങ്ക് യു No സർ. words more than that. God bless you. താങ്ക് യു. അമ്മോ, എന്തോ? എനിക്ക് ഒരുപാട് ഒന്നും പറയാനില്ല. എന്താണ് സ്റ്റേജിൽ അങ്ങോട്ടങ്ങാടി അഭിനയിച്ച് പാടി. ഫ്ലാറിയില്ലേ എന്ത് ചെയ്തില്ലെന്ന്? കസറി. ഫ്ലാറിയില്ലേ? ഫ്ലാറി. ഫ്ലറഞ്ചിയില്ലേ? ഫ്ലറഞ്ചിയില്ലേ? ക്ലോ ആര് കണ്ടുപിടിച്ചത്? ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ആര് കണ്ടുപിടിച്ചത്? ആരാ? കൈതോട്ടക്കാരൻ. എനിക്ക് ആ വഴക്ക് അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നു. വഴക്കിട്ടു പിരിഞ്ഞു. അവിടെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിരുന്നില്ല. വഴക്കിട്ടു പിരിഞ്ഞു. വഴക്കിട്ട് പിരിഞ്ഞു. സൂപ്പറാണ്. അവസാനത്തെ പല്ലവിയില് പച്ചമല അതിങ്ങനെ പാടിയത്. പച്ചമല പനം കുരുവി. ആഹാ, ഈ കുരുവിയൊക്കെ ഇങ്ങനെ പറന്ന് ഇവിടെ എത്തി. പച്ചപ്പാനന്ദത്തെ പൊന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ പൊൻകരളേ. സബാഷ്. താങ്ക് യു. സബാഷ് സബാഷ് സബാഷ്. ആ കുരുവി എനിക്ക് തന്നിട്ട് പോകണം കേട്ടോ. എന്തു പറയാനാ അമ്മൂമ്മേ, അസാധ്യമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ടെമ്പോന്റെ കാര്യവും എക്സ്പ്രഷന്റെ കാര്യവും ശ്രുതിന്റെ കാര്യവും എന്തെടുത്ത് പറയാം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. പറയാനൊന്നുമേ ഇല്ല. പക്ഷെ എനിക്ക് ഈ കുറത്തി പാട്ട് സാമീന്റെ പാട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് അതിൽ എന്തെങ്കിലും ക്ലാസിസിസം അല്ലേ, നമ്മുടെ ആനന്ദഭൈരവി എന്ന് വെച്ചാൽ ഈ കുറവൻ കുറത്തിന്ന് നമ്മൾ തമിഴില് ഒരുപാട് പാട്ടുകളുണ്ട്, അതൊക്കെ ആനന്ദഭൈരവി ബേസാ. വാനരങ്ങൾ കനി കൊടുത്ത് മന്തിയോട് കൊഞ്ചും, മന്തി തിന്ന കനികൾക്ക് വാൻ കവികൾ കെഞ്ചും. ഈ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആനന്ദഭൈരവിയ. കുഞ്ഞു പാടിയപ്പോ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. താങ്ക് യു. വളരെ മനോഹരമായിരുന്നു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണേ. വൈഷ്ണവിക്കുട്ടി, പാട്ടിന്റെ കാര്യത്തിന് ഇനി ഒന്നും പറയാനില്ല, എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് അഭിനയമാണ്. എന്ത് രസമായിട്ട് അഭിനയിച്ച് എന്താണ് ഭർത്താവിനെ കാണാത്ത വിഷമം അതൊക്കെ മുഖത്തും അതുപോലെ തന്നെ സൗണ്ടിലും വന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ എന്ത് വൈഷ്ണവിക്കുട്ടി എന്ത് ചെയ്താലും ഭയങ്കര ക്യൂട്ട്നെസ് അല്ലേ, ഇങ്ങനെ ചിരിച്ച്. അപ്പൊ കലക്കി വേറെ ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു, സൂപ്പർ കേട്ടോ. അങ്ങനെ വളർന്നു വലുത്
വീണിട്ടുണ്ട്, വര വീണിട്ടുണ്ട്. ഏതെളിഞ്ഞു തെളിഞ്ഞു. തെളിഞ്ഞു. ഇത് കണ്ടോ, ആ ഡബിൾ ഹാർട്ട് ലൈൻ ആണ്. അപ്പൊ അതിപ്പോ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വാവാണെന്ന് പറയുന്നുണ്ട്. വെറും വാവാണോ? അല്ല, രണ്ടെണ്ണം ഉണ്ട്. ഡബിൾ വാവ്. ഇനിയിപ്പോ എന്താണ്? പൂക്കുറ്റിയില്ലേ? പൂക്കുറ്റിയും ഡബിളാണ്. അടിലോനപ്പാ വെടിക്കെട്ട് പൂക്കുറ്റി. അടിലോനപ്പാ വെടിക്കെട്ട് പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A. Wow! Wow! Thank you. വൈഷ്ണവി കുട്ടി ദൈവമേ, 4 ആകുമ്പോ പറഞ്ഞോളല്ലേ. ഇത് 4 ആണെന്നുണ്ടെങ്കിൽ കൈ നോട്ടക്കാരി ബായ നന്ദി രാജ എന്ന് പറഞ്ഞിട്ട് പോണം. നന്ദി. புதுவெள்ளை மழை எங்கு பொழிகின்றது, இந்த கொள்ளை நிலாவுடன் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. இந்த சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலாவுடன் நனைகின்றது. இல்லாத ஊரிலே அடியான் பூ கேட்பதில்லை, பெண் இல்லாத ஊரிலே கொடிதான் பூ பூப்பதில்லை. உன் புடவை முந்தாடி சாய்ந்தது, இந்த பூமி பூ பூத்தது. இரு கம்பன் பாடாத சிந்தனை உங்கள் காதோடு சொன்னது. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலாவுடன் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலாவுடன் நனைகின்றது.
இல்லாத போதிலே உயிர்ப்போ சருகாக உலரும் இரு கைகள் தீண்டாத பெண்ணை உங்கள் கண்கள் பந்தாடுதோ மலர் மஞ்சம் சேர்ந்தாடும் பெண்ணிலா எந்த மார்போடு வந்தாடுதோ புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிக்கின்றது மனம் சூடான இடம் தேடி அலைகின்றது உன்னதே நீயானாய் கரைநாளே சிறு பறவை நீயானாய் உன் பாதம் நானே புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனைகின்றது புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனைகின்றது ക്യൂട്ടി വീഡിയോ ഷോ പ്രസൻസ് കല്യാൺ സിൽക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ഓഡിയൻസ് ചോയ്സിലെ സമയമാണ്. ഓഡിയൻസ് ഇന്നാരെ വരാൻ പോണേ? ചേച്ചിയുടെ പേരെന്താ? ദിവ്യ. ദിവ്യ ചേച്ചിയുടെ വീട് എവിടെയാ? തമ്മനം. തമ്മനത്താണ് വീട്. ടോപ്പ് സിംഗറെ കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്, ഇഷ്ടമാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ആ. പിന്നെ എന്നൊക്കെ ഉണ്ട്, പിള്ളേരുണ്ട്, മക്കളുണ്ട്. ആഹാ. അവരൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, അവര് വന്നിട്ടില്ല. വന്നിട്ടില്ല. എക്സാം ആണ്. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട്ടിൽ എല്ലാരും ടോപ്പ് സിംഗർ കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. ഇഷ്ടാണോ? ഒത്തിരി ഇഷ്ടം. ഒത്തിരി ഇഷ്ടമാണ്. ആര് ഏറ്റവും ഇഷ്ടം? ശ്രീഹരിയുടെ. ശ്രീഹരിക്കുട്ടനെയാണോ ഇഷ്ടം? അപ്പൊ കാണണ്ടേ? ആ, പിന്നെ വിളിക്കട്ടെ? വിളിക്കും. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. ഹലോ പറ. ഹലോ. ഹലോ, ആ. സുഖാണോ? ആ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താ ആന്റിയുടെ പേര്? ദിവ്യ. ആ, എല്ലാവർക്കും സുഖാണോ വീട്ടിലുള്ളത്? പിന്നെ എല്ലാവർക്കും സുഖം. സുഖാണ്. 2 ചേട്ടന്മാരുണ്ട് അവിടെ വീട്ടില്. ശ്രീഹരിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടം. എല്ലാരോടും അന്വേഷണം പറ. പറയാം. ഓക്കെ. എന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ആ, ഭയങ്കര ഇഷ്ടമാണ്. വലിയ ഫാൻസ് ആണ്. എനിക്ക് അയ്യോ എന്ത് ഫാൻസ് ആണോ. ശരി, അപ്പൊ ഏത് പാട്ടാ ഇവർക്ക് ഇത്രയും ഫാൻസിന് വേണ്ടിട്ട് നീ ഏത് പാട്ടാ പാടി കൊടുക്കുന്നത്? താമരപ്പൂം കാവരത്തില് ഇഷ്ടാണോ ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ? ആ, എല്ലാവർക്കും ഇഷ്ടമാണ്. ചേച്ചിന്റെ അടുത്ത് ചോദിച്ചാൽ ഇഷ്ടമാണോ? ചേച്ചിക്ക് ഇഷ്ടമാണോ? ഇഷ്ടം. ഇഷ്ടമാണ്. നന്നായി പാടുട്ടോ. ആ, താങ്ക് യു. താങ്ക് യു.
താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കരങ്കുള്ളോളെ പങ്കരങ്കുളോളെ. MJ അങ്കിളെ ക്യൂട്ടി ദ ബ്യൂട്ടി സോ പ്രസൻസ് കല്യാൺ സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഇന്ദുമുഖി ഇന്ന് രാവിലെ എന്തു ചെയ്യൂ നീ? സൂര്യ മഹാദേവൻ അല്ലേ? ആണ് സൂര്യ മഹാദേവൻ. വെൽക്കം സൂര്യ മഹാദേവൻ ഓൺ സ്റ്റേജ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം മൊമെന്റ് ഓഫ് ദ ഡേ വിധു ചേട്ടൻ വെച്ചെടുക്കുന്നു. സോറി, വിധു മാമൻ വെച്ചെടുക്കുന്നു. ਲੱਗਦੀ ਕਮਾਲ ਉਹ ਕਿੱਥੇ ਚਲੀ ਜਾਂਦੀ ਏ ਉਹ ਕਿੱਥੇ ਚਲੀ ਜਾਂਦੀ ਏ